ഒന്ന് എന്നുള്ള ഈ സംഖ്യ ബൈബിളിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രാധാന്യത എന്ന് നോക്കാം. ഒന്ന് ശരിക്കും പറഞ്ഞാൽ പ്രയോറിറ്റിനെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഒന്ന് ഐക്യതയെ സൂചിപ്പിക്കുന്നു. ഒന്ന് ഒത്തൊരുമയെ സൂചിപ്പിക്കുന്നു. അപ്പം ഒന്ന് എന്നുള്ള സംഖ്യ മൂന്ന് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന് ദൈവവുമായി ബന്ധപ്പെട്ട്, പിന്നെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട്, പിന്നെ നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട്. അപ്പം നമുക്ക് ദൈവത്തെ തുടങ്ങാം അല്ലേ. അപ്പം ഒന്ന് ആവർത്തനം 6:4 പറയുന്നത് യഹോവ ഏകൻ തന്നെ. അവിടെ നമുക്ക് ഒന്ന് കാണാൻ പറ്റും. യഹോവ ഏകൻ തന്നെ, ദൈവം ഒന്നാകുന്നു, ദൈവം ഒന്നാണ്, ദൈവം ഒരാളെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിനുശേഷം യോഹന്നാൻ 10:30 ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒത്തൊരുമ കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഒന്നെന്നുള്ളത് ഉൽപ്പത്തി 1:1 മുൻഗണന, നമുക്ക് പ്രയോറിറ്റി. ആദിയിൽ ദൈവം, ഇൻ ദ ബിഗിനിങ് ഗോഡ്, ആദിയിൽ ഒന്ന്. പിന്നെ നമുക്ക് വെളിപ്പാട് 22:13 ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു, അല്ലെങ്കിൽ ആദ്യനും അന്ത്യനുമാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ ദൈവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒന്നിൻ്റെ പ്രാധാന്യം മനസ്സിലായി കാണും അല്ലേ. നമുക്ക് ഇത് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് മത്തായി 19:5-6 വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും, യൂണിറ്റി. ദെൻ സഭയുമായി ബന്ധപ്പെട്ടു ഇതേപോലെ തന്നെയാണ്. സമാധാനത്തിന് ദൈവം, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കൊലോസ്യർ 3:15 കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങളും ഒരു ശരീരമായി, ഏക ശരീരമായി. അപ്പം ക്രിസ്തു തലയാണ്, ശരീരമാകുന്ന സഭ ഏക ശരീരമായി എന്ന് പറയുന്നുണ്ട്. അപ്പം 3 സ്ഥലങ്ങളിൽ നമുക്ക് ഒന്നിൻ്റെ പ്രാധാന്യം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ദൈവവുമായി ബന്ധപ്പെട്ട്, അതുപോലെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട്, അതേപോലെ ചർച്ചുമായി, സഭയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഒന്നും മറക്കരുത്. പ്രയോറിറ്റി, അതുപോലെ തന്നെ ഒത്തൊരുമ, നമ്മൾ മുൻസ്ഥാനം കൊടുക്കുക. അപ്പോൾ ഒന്ന് എന്നുള്ള സംഖ്യ നിങ്ങൾ എവിടെ കാണുവാണെങ്കിലും ഈ 3 കാര്യങ്ങൾ ഓർക്കുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.